അതായിരുന്നു മോളെ കാര്യം. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. മോളെന്താ അങ്ങനെ ബാധ വന്ന പോലെ ചിരിക്കുന്നേന്ന്. ഇവളൊക്കെ വെറുതെയാണ് മാമ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത്. ഒരു വക അറിയത്തില്ല, ഫുൾ അക്ഷരം തെറ്റാ. ചിരിച്ച് ചിരിച്ച് എന്റെ വയറ് വേദനിക്കാൻ തുടങ്ങി. കൊറേ നേരമല്ലേ ഇവള് ഇവിടുന്ന് രക്ഷീനെ പോലെ അട്ടഹസിക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് അവ കാര്യം? അതിൽ ഏറ്റവും കോമഡി എന്താണെന്ന് അറിയോ? ഒരു കത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രധാനമന്ത്രിക്ക് നമ്മുടെ നാട്ടിലെ നടപ്പാക്കേണ്ട വികസന പരിപാടികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതാൻ. അതിൽ അവൾ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചേക്കാ ചിരിച്ച് ചാവും. നാട്ടില് വികസനം വരണമെങ്കിൽ എന്താ മക്കളെ ഇത് എഴുതിയിരിക്കുന്നത്? അമ്മമ്മയ്ക്കൊന്നും കണ്ണു പിടിക്കുന്നില്ലല്ലോ. അവളെ എഴുതിയിരിക്കുന്നത് എന്താ അറിയോ? നാട്ടില് വികസനം ഉണ്ടാവണമെങ്കിലേ പ്രായമുള്ളവരെയൊക്കെ അല്ലേ വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടണമെന്ന് നമ്മളെ വീട്ടിലുള്ള. ഇത് വായിച്ചിട്ടാണോ നീ ഇത്ര നേരം പൊട്ടി ചിരിച്ചത്? എന്ന് വെച്ചാ അവൾ എന്നൊക്കെയല്ലേ ഉദ്ദേശിച്ചത്? അതുകൊണ്ട് തന്നെ എനിക്ക് ചിരി വന്നേ. അത് ശരി, അപ്പൊ അവളുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ? ഈശ്വര, ഇത് എന്റെ ആൻസർ ഷീറ്റ് ആണല്ലോ. ഇത് ഇവൾക്ക് എവിടുന്ന് കിട്ടി? അല്ലല്ലോ നിങ്ങളുടെ ജനറേഷനെ പ്രായമുള്ളവരോടൊക്കെ പുച്ഛാണല്ലോ. പ്രായമുള്ളവരൊക്കെ നാട് എടുത്താനായിരിക്കും നിങ്ങളുടെയൊക്കെ താല്പര്യമല്ലേ? അത് കേട്ട് ചിരിക്കാനാണല്ലോ മിലുമോളെ നീയും. ഞാൻ നാട്ടിൽ മൊത്തമുള്ള പ്രായമായവരെ പുറത്താക്കുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്. നാട് നന്നാവണമെങ്കിൽ വീട് നന്നാവണമെന്നാണല്ലോ. എന്റെ വീട് നന്നാവണമെങ്കിൽ എന്തായാലും അച്ഛമ്മ ഇവിടുന്ന് പോയാലേ ഇവിടെ വികസനം ഉണ്ടാവുള്ളൂ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നാട്ടിലുള്ള എല്ലാ മുത്തശ്ശിമാരും അച്ഛമ്മേനെ പോലെ പേരക്കുട്ടിയൊക്കെ ആപ്പൊക്കെ നടക്കുന്നവരല്ലല്ലോ. ഇത് ഇവളുടെ കയ്യിൽ നിന്നാലേ ഇവളുടെ അച്ഛനെ കാണിക്കും. അതിന് മുന്നേ എങ്ങനെയെങ്കിലും പിടിച്ച് വാങ്ങിക്കണം. അവളുടെ ഒരു വികസനം വികസിപ്പിച്ച് കൊടുക്കാനാണ് അവളെ. ഞാൻ മുഴുവൻ വായിച്ചില്ല. എനിക്ക് ഇന്ന് ഒരുപാട് വായിച്ചിരിക്കാനുള്ളതാ. നീ ഇത് വായിച്ചു കഴിഞ്ഞിട്ടേ എനിക്ക് തന്നെ തരണം. അവളൊക്കെ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്റെ പൊന്നുമോ ഗോപാലൻ. അവരെ കൊണ്ട് ഞാൻ ഇത് മുഴുവൻ വായിപ്പിക്കും. വേണം അമ്മമ്മേ, വേണം. മാമന് എന്നെ ഇത് വായിക്കണം. എന്നാ പിന്നെ മാമ പിറ്റേന്നിട്ട് അവളെ ഇന്ന് സ്കൂളിൽ വിടത്തില്ല. ഇതുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന പൈസ ഉണ്ടല്ലേ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. താടി ഇത് എന്റെതാ. എന്റെ കയ്യിൽ നിന്ന് സാധനം തട്ടി പറിച്ചാണല്ലോ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് തന്നോ. നിന്നോട് ആരടി എന്റെ റൂമിൽ കയറിയിട്ട് എന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞേ? എനിക്ക് ഈ വീട്ടിലെ എവിടെ കയറാനുള്ള അധികാരം എന്റെ മാമൻ തന്നിട്ടുണ്ട്. മിലുമോളെ, മേലെ എന്റെ റൂമിൽ കയറി എന്റെ എന്തെങ്കിലും സാധനം നീ എടുത്തു തരണല്ലോ. നിന്റെ തലേനെ അടിച്ചു പൊടിക്കും. അവളുടെ ഒരു ഭൂതക്കണ്ണടി വെച്ച് ഇറങ്ങിയിരിക്കാം മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷിക്കാൻ. എന്നിട്ട് അത് ഇവിടെ ഉറക്കെ ഇരുന്ന് വായിച്ചിട്ട് പൊട്ടിച്ചിരിക്കുന്നു. എനിക്ക് തന്നോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ മാമനെയൊക്കെ വിളിച്ചു കൂട്ടും. എന്നാ നീ വിളിച്ചു കൂട്ടടി. നീ എന്റെ റൂമിൽ കയറി മോഷ്ടിച്ച കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ തന്നെ നിന്നെ വീട്ടിൽ പുറത്താക്കും. വിളിക്കേ, എന്റെ വിളിക്കുന്നില്ലേ? കാണിച്ചു തരാടി നിന്നെ. എന്റെ കയ്യിലെ ഇനിയും കിട്ടുന്നത് ഇതുപോലത്തത്. അപ്പൊ കാണിച്ചു തരാം. ഞാൻ നിന്റെ സ്കൂളിൽ തന്നെയാ പഠിക്കാൻ പോകുന്നത്. നിന്റെ എല്ലാ ഉടായ്പ ഞാൻ ഇവിടെ വന്നേ പുറത്താക്കും. അതന്നെ എനിക്ക് നിന്നോട് പറയാനല്ലേ. വാടി, നീ എന്റെ സ്കൂളിലേക്ക് ശരിയാക്കി തരാം. അവിടെ നിന്റെ അമേരിക്ക അല്ലത്, ഇത് കേരളത്തിലെ പിള്ളേരൊന്നും നിനക്ക് അറിയത്തില്ല. കാണിച്ചു തരാം എന്റെ പവർ എന്താന്ന് സ്കൂളിലെ. പിന്നെ നിന്റെ ഒരു ലൊടുക്ക് സ്കൂളിനെ കുറിച്ച് നീ ഒരുപാടൊന്നും പൊക്കി പറയണ്ട. എന്നാ പിന്നെ നീ എന്തിനാണ് ഞങ്ങളെ സ്കൂളിൽ വന്ന് പഠിക്കുന്നത്? നിനക്ക് അങ്ങ് അമേരിക്ക പോയി പഠിച്ചാ പോരേനോ? അതെ, നിനക്കൊക്കെ ആപ്പ് വെക്കാൻ വേണ്ടി തന്നെയാ ഞാൻ നിന്റെ സ്കൂളിൽ വരുന്നത്. അല്ലാതെ പഠിക്കാനൊന്നുമില്ല. പഠിക്കാനൊന്നും ഈ മിലുമോക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. മിലുമോളെ ഒറ്റയ്ക്ക് പഠിക്കും. ടോപ്പറാ ഞാൻ. പിന്നെ ഒരു ടോപ്പർ. അമേരിക്കയിലെ സ്കൂളിലൊന്നും നിന്നെ പോലെ വിവരമില്ലാത്ത പഠിപ്പിക്കാത്തോണ്ടല്ലേ നിന്നെ അവിടെ നിന്ന് നിന്റെ മമ്മി ഇങ്ങോട്ട് പാക്ക് ചെയ്ത് വിട്ടെ. എനിക്കറിയാം നിന്റെ കഥയൊക്കെ. അതുകൊണ്ട് നീ വല്ലാണ്ട് ടോപ്പർ ആവണ്ട അവിടെ. എന്റെ ഈശ്വര, ആ മിലുമോള് പറഞ്ഞ പോലെ സ്കൂളിൽ നടക്കുന്ന കാര്യമൊക്കെ അവൾ ഇവിടെ അറിയിക്കല്ലോ. ആകെ ഗുലുമാലാവും. ഉള്ളത് ഇല്ലാത്തതൊക്കെ അവള് പറഞ്ഞുണ്ടാക്കും. എന്തെങ്കിലും ചെയ്ത് അവൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതിരുന്നാ മതിയനും. ഇല്ലെങ്കിൽ അവൾ എല്ലാം നശിപ്പിക്കും. പാച്ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്ന ഒറ്റയ്ക്ക്? ഞാൻ വീട് ഫുള്ള് പാച്ചേച്ചിനെ നോക്കിയല്ലോ. ഒന്നുമില്ലല്ലോ അപ്പുക്കുട്ടാ. പാച്ചേച്ചി എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? എന്താണേലും അപ്പുക്കുട്ടിനോട് പറ. മിൽച്ചേച്ചി എന്തേലും കാണിച്ചോ? അപ്പുക്കുട്ടാ, ആ മിലുമോളെ നമ്മുടെ സ്കൂളിൽ ചേർത്താൻ പോവാന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അവള് സ്കൂളിൽ വന്നാലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൾ ഇവിടെ വീട്ടിൽ വന്ന് പറയടാ. മാത്രമല്ല ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അവള് കൂട്ടി പറയും. അച്ഛനും അമ്മയും ഒക്കെ അവള് പറയുന്ന വിശ്വസിച്ചാലോ നമുക്ക് പണിയാവൂലേ? അവളാണേലേ നമുക്കിട്ട് പാര വെക്കാൻ വേണ്ടി മാത്രമേ സ്കൂളിൽ വരുന്നേനെ. ഇതെന്റെ മുഖത്ത് നോക്കി പറഞ്ഞടാ. ആണോ? നമുക്ക് അമ്മേനോടും അച്ഛനോടും മിൽച്ചേച്ചിനെ നമ്മളെ സ്കൂളിൽ ചേർത്തണ്ടാ പറയാ. നമ്മള് പറഞ്ഞാലൊന്നും കേൾക്കൂലടാ. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് പ്രിയ ചേച്ചിനോട് പറയാ. പാറോ, എന്താ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നേ? അപ്പുകുട്ട ചേച്ചി വന്ന്. ഞാൻ നിങ്ങളെ രണ്ടുപേരും എത്ര നേരം അന്വേഷിക്കുന്നേ. നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നില്ല ചേച്ചി. നിനക്ക് വിശക്കുന്നില്ലല്ലോ. എന്താ പറയുന്നേ? ആര് ചേച്ചി ടെൻഷൻ അടിച്ചിരിക്കാ? ടെൻഷൻ അടിക്കുക എന്തിന്? മിൽച്ചേച്ചിനെ അച്ഛൻ നമ്മുടെ സ്കൂളിൽ ചേർത്തെന്ന് പറഞ്ഞില്ലേ? അതിന് നമ്മളെ സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് അച്ഛനോടും അമ്മേനോടും പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് നല്ല തല്ല് വാങ്ങിക്കൊടുക്കും. നമുക്ക് പാര വെക്കുന്നൊക്കെ മിൽച്ചേച്ചി നമ്മളെ പാരച്ചേച്ചിനെ നോക്കി പറഞ്ഞെന്ന്. അതിന്റെ ടെൻഷനിൽ ഇരിക്കുക. അവൾ അങ്ങനെ പറഞ്ഞ
പറഞ്ഞു ചേച്ചി, എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. മാത്രല്ല ഞാൻ ഒളിപ്പിച്ച് വെച്ചിന് എന്റെ ആൻസർ ഷീറ്റ് ഒക്കെ അല്ലേ, അവള് മോഷ്ടിച്ചിട്ട് ഹാളിലിരുന്ന് അവളും അച്ഛമ്മയും കൂടെ വായിച്ച് ചിരിക്കേന്. അപ്പൊ അവള് എന്റേത് എടുത്തിട്ടുണ്ടാവോ? ചേച്ചിന്റെ എടുത്താലും ചേച്ചിക്ക് നല്ല മാർക്കല്ലേ, എന്റെല്ലാം അങ്ങനെയല്ല, മാർക്ക് കുറവാണല്ലോ. ഞാൻ എന്നിട്ട് അമ്മനെ അച്ഛനും കാണിക്കാതെ വെച്ചേനും അവൾ അതൊക്കെ എടുത്തോണ്ട് വന്ന് ഞാൻ ഒരു വിധത്തിൽ അവളെടുത്തുനിന്ന് പിടിച്ചു വാങ്ങിയേ. അത് പിന്നെ ചിലതിനൊന്നും എനിക്ക് മാർക്കില്ല. ഇനി അവളെങ്ങനെ എടുത്താണ് അത്? മാർക്കില്ലാന്ന് അപ്പൊ ചേച്ചിയല്ല അമ്മേന്റെ അടുത്ത് പറഞ്ഞ ചേച്ചിക്ക് എല്ലാത്തിനും ഫുള്ള് മാർക്ക് കിട്ടീന്ന്. അത് പിന്നെ അമ്മ വഴക്ക് പറയാതിരിക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞതാ. ശരി, അപ്പൊ ഉടായ്പാണല്ലേ? ഓനെ പറയ, അത് വിട്. ഓളെന്നാലും എന്റേത് എടുത്തിട്ടുണ്ടോ? അതിനെ കുറിച്ച് എന്തെങ്കിലും അവള് പറഞ്ഞോ? അതൊന്നും അറിയില്ല ചേച്ചി. അവള് ഹാളിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടേ എന്റെ ആൻസർ ഷീറ്റ് വായിച്ചിട്ടേ അതിലെ തെറ്റുകളൊക്കെ കണ്ട് ചിരിച്ച് അച്ഛമ്മേനെയും ഒക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കേനി. എന്റെ ഈശ്വര, അവളെങ്ങാനും എന്റെ നിർത്തിയിട്ട് അച്ഛന്റെ അമ്മേന്റെ മുന്നിൽ എന്റെ മാനം പോവല്ലോ പാറു. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് അവളുടെ റൂമിൽ പോയി ഇങ്ങോട്ട് നോക്കിയാലോ? എന്നിട്ടാണ് അവൾ അച്ഛനെ വിളിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കാൻ. അത് മാത്രല്ല എന്റെ ബാഗിൽ വരും തന്നൊരു ലെറ്റർ ഉണ്ടായിരുന്നു. പൂർത്തിയായി. എന്നാ പിന്നെ ചേച്ചി വേഗം നാട് വിട്ടു, അതേക്ക് നല്ലത്. ചേച്ചി എന്തിനാ വന്നിട്ട് നിന്ന് ലെറ്റർ വാങ്ങിയേ? ഇപ്പൊ അതാണോടാ വലിയ കാര്യം. എങ്ങനെയെങ്കിലും ആ മിലിമോൾ അതെങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അവളെടുത്ത് തിരിച്ചു വാങ്ങാൻ നോക്കാം ആദ്യം. പിന്നെ വേഗം അങ്ങോട്ട് ചെല്ലി, അവൾ ഇപ്പൊ തന്നെ എടുത്തുതരും. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒക്കെ കാഞ്ഞ ബുദ്ധിയാ. നമ്മൾ ഇതൊക്കെ അറിയുന്നു, അതുകൊണ്ട് നമ്മൾ തിരിച്ചെടുക്കാൻ വരുന്നു അറിയുന്നോണ്ടേ ഓള് നല്ലോണം എവിടെയെങ്കിലും കാര്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഈശ്വര, ഇനിയിപ്പൊ എന്ത് ചെയ്യും പാറു? ഇന്നത്തോടെ അച്ഛന്റെ പഠിത്തം നിർത്തുമല്ലോ അങ്ങനെയാണേല്. ഒരു കാര്യം ചെയ്യ ചേച്ചി, അവളെ ഇന്ന് അച്ഛമ്മേന്റെ കൂടെ എവിടെയോ ഒന്ന് പോണെന്ന് പറയുന്നത് കേട്ടേനെ. ആ സമയത്തെ നമുക്ക് ഇവിടെ ഫുൾ അരിച്ചു പെറുക്കാം. മാത്രല്ല അവളുടെ പല സീക്രട്സും ഉണ്ടാവില്ല അവളുടെ റൂമില്, അത് നമുക്കൊന്ന് ഞോണ്ടി എടുക്കാം. എന്നിട്ടേ അവൾക്ക് തന്നെ നമുക്ക് പാര വെക്കാം. ഇതൊക്കെ നടക്കുവോ? ഒക്കെ നടക്കും. അവളിന്നേ എന്താ അച്ഛമ്മേന്റെ കൂടെ ഷോപ്പിങ്ങിന് പോണെന്ന് പറയുന്നതേ ഞാൻ കേട്ടതാ. പോയാ മതിയായിരുന്നു. എന്നാ വേഗം വാ, നമുക്ക് പോയിട്ടേ ഭക്ഷണം കഴിക്കാം. എന്നിട്ട് റെഡി ആയിട്ടിരിക്കാം. അവളും അച്ഛമ്മയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലേ, അപ്പം തന്നെ നമുക്കേ അവളുടെ റൂമിൽ കയറാം. ഇന്നത്തോടെ അവളുടെ അഹങ്കാരം മാറ്റണം നമുക്ക്. എല്ലാം നടന്നാ മതിയായിരുന്നു. സൂപ്പറായിട്ടുണ്ട് ഇപ്പൊ എന്നെ കാണാൻ. വരുണ്ട് കടേന്റെ മുന്നിൽ കൂടെ തന്നെ വേണം പോവാന്. അവനെ എന്റെ സൗന്ദര്യം കണ്ടെന്ന് നോക്കി നിക്കട്ടെ. എനിക്ക് പകരം അവളെ ആ പ്രിയനെയല്ലേ സ്നേഹിക്കാൻ പോയത്. അവളൊക്കെ സുന്ദരി ഞാനാന്ന് ഇന്ന് അവന് മനസ്സിലാവും. മിലിമോളെ, നീ എന്തിനാ എന്റെ ഡ്രസ് എടുത്ത? നിന്റെ ഡ്രസ്സോ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ഏത് ഡ്രസ്സ് എനിക്ക് എടുക്കാം, മാമ പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനങ്ങൾ എടുക്കരുതെന്ന്. ഇതേ എനിക്ക് നല്ലോണം ചേരുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഈ ഡ്രസ്സിന്റെ കാര്യങ്ങൾ മറന്നേക്ക്. ഇതേ ഇന്ന് മുതൽ ഇനി എന്റെ ഡ്രസ്സാ, എന്റെ പുതിയ ഡ്രസ്സാ. മര്യാദയ്ക്ക് അയച്ചു തന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അമ്മനെ വിളിച്ചു. നീ വിളിച്ചോ? നീ ആരെയാണ് വിളിച്ചത്? ഈ ഡ്രസ്സ് ഞാൻ തരത്തില്ല. തരത്തില്ലെന്നോ? എനിക്കറിയാം ഇത് അയച്ചെടുക്കാന്. എന്നാ നീ അയച്ചെടുത്തോ. അവസാനം ഇത് കീറിപ്പോവും. അപ്പൊ നിനക്ക് കിട്ടത്തില്ല, എനിക്ക് കിട്ടത്തില്ല. ഇവളെ കൊണ്ട് നിനക്കൊക്കെ സ്വന്തം ഡ്രസ്സ് ഇട്ടാ പോരെ. ഞങ്ങളാരും നിന്റെ ഇടാൻ വരുന്നില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ അടുത്തിരുന്നേ? നീ അങ്ങനെ ഇപ്പൊ ഇതുപോലത്തെ ഡ്രസ് ഇട്ട് ഇങ്ങനെ ചമഞ്ഞെരിഞ്ഞ് നടക്കണ്ട ചെക്കന്മാരെ വഴി തെറ്റിക്കാനായിട്ട്. നിന്നെ എനിക്ക് കാണിച്ചു തരാടി.